തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് അത്യന്തം ആവേശകരവും ശ്രദ്ധേയവുമായ രീതിയിലായിരുന്നു നടന്നത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പ്രത്യേക സ്ഥാനം എടുക്കാവുന്ന തരത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 84.98% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പുറത്തുവന്നാൽ ഈ ശതമാനം ഇനിയും ഉയർന്നേക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. വോട്ടർമാരുടെ വൻ പങ്കാളിത്തം സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം ചൂടുപിടിപ്പിച്ചിരിക്കുകയാണെന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഈ ഉയർന്ന പോളിംഗിന് പിന്നിലെ പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVK എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ അരങ്ങേറ്റമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള TVKയുടെ ആദ്യ പ്രവേശനമായതിനാൽ ജനങ്ങൾക്കിടയിൽ വലിയ കൗതുകവും പ്രതീക്ഷയും രൂപപ്പെട്ടിരുന്നു. ഇതുവരെ നിലവിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന രാഷ്ട്രീയ അച്ചുതണ്ടുകളായ DMK, AIADMK എന്നിവയ്ക്ക് പുറമെ ഒരു പുതിയ ശക്തി രംഗത്തെത്തിയതോടെ വോട്ടർമാരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായിരിക്കാമെന്നതാണ് വിലയിരുത്തൽ. TVK ഈ തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരയായി ഉയരുമോ, അല്ലെങ്കിൽ നിലവിലുള്ള വോട്ട് ബാങ്കുകൾ വിഭജിക്കുന്ന ഒരു ഘടകമായി മാത്രം ചുരുങ്ങുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ദക്ഷിണേന്ത്യയിൽ ഉടനീളം വലിയ ആരാധക വൃന്ദമുള്ള ഒരു സൂപ്പർ താരമായ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ വലിയ തരംഗം സൃഷ്ടിച്ചതിൽ സംശയമില്ല. ആരാധക പിന്തുണയെ രാഷ്ട്രീയ പിന്തുണയാക്കി മാറ്റാനുള്ള സാധ്യത അദ്ദേഹത്തിന് ഉണ്ടെന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അടുപ്പമുള്ള ബന്ധം തമിഴ്നാട്ടിലെ ചരിത്രപരമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഈ പശ്ചാത്തലത്തിൽ വിജയുടെ രാഷ്ട്രീയ നീക്കം അസാധാരണമല്ല. മുൻകാലങ്ങളിൽ MGR, ജയലളിത തുടങ്ങിയവർ അവരുടെ താരപരിവേഷം വിജയകരമായി വോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപ്രഭാവവും ജനങ്ങളുമായുള്ള ബന്ധവും രാഷ്ട്രീയ വിജയത്തിന് വഴിതെളിച്ച പ്രധാന ഘടകങ്ങളായിരുന്നു. അതിനാൽ തന്നെ വിജയെയും പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ലെന്നതാണ് പൊതുവായ വിലയിരുത്തൽ. ഈ തരത്തിലുള്ള പ്രതിഭാസം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതും ശ്രദ്ധേയമാണ്. ആന്ധ്രാപ്രദേശിൽ NT രാമറാവു 1982 തെലുങ്കുദേശം പാർട്ടി രൂപീകരിച്ച് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ 1983 തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു. 294 സീറ്റുകളിൽ 201 സീറ്റുകൾ നേടി കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യം അട്ടിമറിച്ച അദ്ദേഹത്തിന്റെ വിജയം പുതിയ രാഷ്ട്രീയ ശക്തികൾക്ക് വലിയ പ്രചോദനമായി മാറി. ഇതിന് സമാനമായി പുതിയ പാർട്ടികൾ വേഗത്തിൽ വളർന്ന മറ്റുദാഹരണങ്ങളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണാം. 2013 രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി അവരുടെ ആദ്യ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ 28 സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 70-ൽ 67 സീറ്റുകൾ നേടി ശക്തമായ തിരിച്ചുവരവും നടത്തി. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച രൂപീകരണത്തിന് ശേഷം ആദ്യ മത്സരത്തിൽ തന്നെ പ്രധാന പ്രതിപക്ഷമായി മാറുകയും പിന്നീട് ദീർഘകാല ഭരണത്തെ അവസാനിപ്പിക്കുകയും ചെയ്തു. അസമിൽ അസം ഗണപരിഷത്ത് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അധികാരം പിടിച്ചെടുത്തതും ശ്രദ്ധേയമാണ്. ഈ എല്ലാ ഉദാഹരണങ്ങളും സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് പുതുതായി എത്തുന്ന ശക്തികളെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല എന്നതാണ്. പൊതുജനങ്ങളുടെ അസന്തോഷം, നിലവിലുള്ള പാർട്ടികളോടുള്ള നിരാശ, മാറ്റത്തിനായുള്ള ആഗ്രഹം എന്നിവ ഒന്നിച്ചു ചേരുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സാധ്യമാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ദീർഘകാലമായി DMK, AIADMK എന്നീ രണ്ട് പാർട്ടികൾ സംസ്ഥാനത്തെ അധികാരത്തിൽ പരസ്പരം മാറി മാറി നിലകൊണ്ടുവരികയാണ്. എന്നാൽ കാലക്രമേണ ഈ പാർട്ടികളുടെ ഭരണത്തിൽ ജനങ്ങൾക്കിടയിൽ ചില അസംതൃപ്തിയും വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. വിഭാഗീയ രാഷ്ട്രീയം, അഴിമതി ആരോപണങ്ങൾ, പുതിയ തലമുറ നേതാക്കളുടെ അഭാവം എന്നിവ പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരിലും ആദ്യമായി വോട്ട് ചെയ്യുന്ന കന്നി വോട്ടർമാരിലും മാറ്റത്തിനുള്ള ആഗ്രഹം ശക്തമാണെന്ന് കരുതപ്പെടുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പഴയ വികാര ബന്ധങ്ങളോട് അത്ര അടുപ്പമില്ലാത്ത ഈ വിഭാഗത്തിന് പുതിയ മുഖങ്ങളും പുതിയ ആശയങ്ങളും കൂടുതൽ ആകർഷകമായി തോന്നാൻ സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ വിജയുടെ ജനപ്രീതിയും അദ്ദേഹത്തിന്റെ മാറ്റത്തിന്റെ സന്ദേശവും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയുടെ വ്യാപക പ്രഭാവവും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറിയിട്ടുണ്ട്. യുവജനങ്ങളിൽ വിജയുടെ സ്വാധീനം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ ശക്തമായി പ്രകടമായി. രാഷ്ട്രീയ സന്ദേശങ്ങൾ വേഗത്തിൽ വ്യാപിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നതും TVKയ്ക്ക് ഒരു അധിക നേട്ടമായി മാറി. അവസാനമായി വോട്ടർമാർ തുടർച്ചയേക്കാൾ മാറ്റം തിരഞ്ഞെടുക്കുന്നു എങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ
TVK ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. അതേസമയം നിലവിലുള്ള ശക്തമായ പാർട്ടി ഘടനകളും സംഘടനാ ശേഷിയുള്ള DMK, AIADMK പോലുള്ള പാർട്ടികളെ മറികടക്കുക എളുപ്പമല്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ TVKയുടെ യഥാർത്ഥ ശക്തിയും സ്വാധീനവും വ്യക്തമാകൂ. എന്നിരുന്നാലും ഈ തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായേക്കുമെന്നതിൽ സംശയവുമില്ല.